അല്ല, അദ്ദേഹത്തിന് പാണക്കാട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന് ഇനി വന്ദേമാതരം ചൊല്ലുന്നു എന്ന് പറയാൻ തന്റെ ഇടമില്ലാത്തൊരു മുഖ്യമന്ത്രിയെ എന്താ വിളിക്കേണ്ട പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ അഭിമാന ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ചെല്ലാൻ കണ്ടോളൂ, ഒളിച്ചു വെക്കാൻ ആരോടാണ് മുഖ്യമന്ത്രിക്ക് അനുവാദം മേടിക്കേണ്ടത്? എത്ര ദയനീയമായ, എത്ര നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്. ഈ രാഷ്ട്രത്തിന് സിന്ദാബാദ് വിളിക്കാൻ വന്ദേമാതരം ചൊല്ലാൻ ആരോടാണ് മുഖ്യമന്ത്രിക്ക് അനുവാദം മേടിക്കേണ്ടത്? ഇത് വളരെ ഒരു കാര്യം ബി ജെ പി പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ ബി ജെ പി വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തും ഓഗസ്റ്റ് 15. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്, അതെല്ലാവരും അറിയിക്കുന്നു. അതിനുശേഷം ഈ സർക്കാരിന്റെ തീരുമാനം മറിച്ചാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചന ബി ജെ പി അല്ല, തീർച്ചയായിട്ടും ഓഗസ്റ്റ് 15 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബി ജെ പി വന്ദേമാതരം പാടും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ബൂത്തുകളിലും അങ്ങനെ 15,000 കേന്ദ്രങ്ങളിലാണ് ബി ജെ പി പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ദേശഭക്തിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറാവില്ല. അത് ഏതറ്റം വരെയും അവർ പാടാതിരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പാടിക്കാൻ ഞങ്ങൾക്കറിയാം. അത് ഇന്ന് പാർലമെന്റിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഷോൺ ജോർജ് ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സംഘികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാനായിട്ടാണോ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് കൊങ്ങികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അതുപോലുള്ള ഓരോ രീതികൾ, ഓരോ ചെയ്തുകൾ, ഓരോ തീരുമാനങ്ങളാണല്ലോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ വന്ദേമാതരം ചൊല്ലാനായിട്ട് എന്താണ് ഒരു തടസ്സം ശരിക്കും പറഞ്ഞാൽ? എന്താണ് ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നവർ തന്നെ, അതായത് ഈ കോൺഗ്രസിൽ പെട്ടവർ തന്നെയാണല്ലോ ഇന്നലെ അങ്ങ് ഡൽഹിയിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയപ്പോഴത്തേക്കും അവിടെ എഴുന്നേറ്റ് നിന്ന് അത് മുഴുവനായും ചൊല്ലുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ആ ഒരു കാഴ്ച കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ പറയുന്ന രീതിയിൽ ഇത്ര വരിയെ ചൊല്ലാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് പറ്റത്തില്ല, മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കേരളത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഇത്രേ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് പറ്റത്തില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഏതിനാണ് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. കാരണം എന്ന് പറയുന്നത് ഇത് എന്താ സംഘികൾ കണ്ടുപിടിച്ച ഒരു കാര്യമല്ലോ ആണോ ഈ ഒരു തരത്തിൽ? ഞാൻ ഇതിനു മുന്നേ ഒന്നും തന്നെ ഇങ്ങനെ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വന്ദേമാതരത്തെ ചുറ്റിപ്പറ്റി ഞാൻ കേട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് പൊടുന്നനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഈ ഒരു തരത്തിൽ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇവിടെ സംഘികൾ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംഘികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ പോലും ഈ ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക, വളച്ചൊടിച്ച് വേറൊരു തരത്തിലേക്ക് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക, ഇതൊക്കെ തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ആര് ചെയ്താലും, ഏത് പാർട്ടിക്കാർ ചെയ്താലും. എന്തായാലും ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, കോൺഗ്രസ് ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നടം തന്നെ കുഴിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കോൺഗ്രസ് മാറ്റിക്കഴിഞ്ഞാൽ ആ കുഴിയിൽ സ്വയം വീഴുന്ന തരത്തിലോട്ട് കോൺഗ്രസ് ചെന്നെത്തും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ രാജ്യത്തുടനീളം കോൺഗ്രസ് ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയത്. അതിനിപ്പോൾ ആ രീതി തന്നെയാണ് തുടരാനായിട്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വന്ദേമാതരത്തെ ചൊല്ലിയുള്ള ഈ ഒരു തരത്തിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അനാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വന്ദേമാതരം എന്നത് സംഘികൾ കണ്ടുപിടിച്ചതോ ഈ പറയുന്ന തോതിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ രാജ്യത്തുടനീളം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന, അവിടെ ജീവിക്കുന്ന, അവിടെ പിറന്നു വീണ ഓരോ ഇന്ത്യക്കാരനും ചൊല്ലേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനൊക്കെ തന്നെ തടയിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്ന ഒരു നീക്കം ഉണ്ടാവുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല വളരെ വലിയ തോതിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിന് സംശയമില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, എന്താണ് കേരളത്തിൽ ദിനംപ്രതി സംഘികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ കമ്മികളെയും കുങ്ങികളെയും എല്ലാം ഒരുപോലെ ഉൾപ്പെടുത്താമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.